തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു. മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തിൽ തന്നെ. 3 മാനുകളുടെ ദേഹത്ത് തെരുവുനായ ആക്രമണത്തിന്റെ പാടുകൾ കണ്ടെത്തി. ബാക്കി മാനുകൾ ചത്തത് ക്യാപ്ചർ മയോപ്പതിയെ തുടർന്ന്. തെരുവുനായ കൂട്ടിൽ കയറിയതോടെ മാനുകൾ ഭയപ്പാടിലാവുകയും കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ക്യാപ്ചർ മയോപ്പതി. സംഭവത്തിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് തെരുവുനായ ആക്രമണത്തിൽ തന്നെ. പക്ഷേ തെരുവുനായ എങ്ങനെ കയറി എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. അവിടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഏതായാലും ഇനി അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ? ഷിജു, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10:30യോടെയാണ് ഇത്തരത്തിൽ 10 മാനുകളെ ചത്ത നിലയിൽ ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചത്ത നിലയിൽ കാണുന്നത്. എന്തിനാലും പോസ്റ്റ്മോർട്ടം, ഈ മാനുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. മാനുകൾ ചത്തുപോയത് എന്തിനാലും ഈ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് തന്നെയാണ്. 3 മാനുകൾക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ബാക്കി മാനുകൾ ചത്തത് ഇത്തരത്തിൽ ഈ ക്യാപ്ചർ മയോപ്പതി, അതായത് അങ്ങനൊരു സ്ഥിതി വിധി വന്നതുകൊണ്ടാണ്. ഈ തെരുവുനായകളെ കണ്ട ഭയത്തിൽ ഈ ബാക്കി മാനുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു എന്നാണ് എന്തായാലും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ തെരുവുനായ എങ്ങനെ ഈ മാൻകൂട്ടിൽ എത്തി എന്നുള്ളതാണ്. ഈ മാൻകൂട്ടിലുണ്ടായിരുന്ന ചെറിയ ദ്വാരത്തിലൂടെ അകത്ത് കയറിയതാകാം എന്നാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം വിശദമായി തന്നെ നടക്കുന്നുണ്ട്. ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ എന്തായാലും ജീവനക്കാർക്ക് ഒരു വിധത്തിലുമുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ തെരുവുനായകൾ ഈ പാർക്കിലെ ഈ മാൻ കൂടിനകത്ത് എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ സംശയിക്കുന്നത് ഇതിന് ചെറിയ ദ്വാരമുണ്ട്, ഈ കൂടുകളിലെ ചെറിയ ദ്വാരമുണ്ട്. ഈ ദ്വാരത്തിലൂടെ ഈ മാനുകൾ കടന്നതാകാം എന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. എന്തായാലും ഈ സമിതിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും അതുപോലെ തന്നെ 2 ആഴ്ചക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ശരി സാരംഗ്, ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്ന സാങ്കേതികമായ വിഷയങ്ങളെക്കുറിച്ച് നേരത്തെ സാരംഗ് പറയുകയും ചെയ്തു. അതായത് മൊത്തം 10 മാനുകളാണല്ലോ ചത്തത്. 3 എണ്ണത്തിന് നേരിട്ട് ഈ തെരുവുനായയുടെ ആക്രമണമേറ്റ് ബാക്കി 7 എണ്ണം മരിച്ചതും ഈ ക്യാപ്ചർ മയോപ്പതി, അതായത് ഈ ജീവികൾക്ക് കടുത്ത സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ക്യാപ്ചർ മയോപ്പതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 മാനുകളെ ആക്രമിക്കുന്നത് കണ്ട് മറ്റു മാനുകൾക്കുണ്ടായ സ്ട്രെസ്സാണ് ഈ മരണത്തിനിടയാക്കിയത്. അങ്ങനെയല്ലേ പറയുന്നത്? തീർച്ചയായും സിജു, അങ്ങനെ തന്നെ. ഈ തെരുവുനായ അതിക്രമിച്ച് കയറിയ സമയത്ത് 3 മാനുകളെ ആക്രമിക്കുന്നു. ഇത് കണ്ടുനിന്ന മാനുകൾക്ക് ഈ ക്യാപ്ചർ മയോപ്പതി എന്നൊരു സ്ഥിതിഗതി ഉണ്ടാകുകയാണ്. അതായത് ഈ ഞരമ്പുകളകം ഈ വലിഞ്ഞു മുറുകുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ സ്ട്രെസ് അനുഭവപ്പെടുകയും ചെയ്യുകയും തുടർന്ന് വൈകാതെ തന്നെ ഈ മാനുകൾ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അത് പല മൃഗങ്ങൾക്കും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാം. അതൊരു പക്ഷേ ഈ മരണഭയം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന പരിഭ്രാന്തി മൂലം ഉണ്ടാകുകയും പെട്ടെന്ന് ഒരു രക്തയോട്ടം നിലയ്ക്കുകയും അതുപോലെ തന്നെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയാണ് ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന്, അതായത് ബാക്കിയുള്ള ഈ 7 മാനുകൾ ചത്തുപോയതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് തെരുവുനായ എങ്ങനെ കയറി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിലവിൽ കണ്ടെത്തേണ്ടതുള്ളത്. പ്രധാനമായും ഈ കൂടുകളുടെ സുരക്ഷ സംബന്ധിച്ചും, അതായത് നിലവിൽ ഈ പുത്തൂർ പാർക്കിൻ്റെ 2ാം ഘട്ട നവീകരണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ട നവീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കൂടുകളുടെ സുരക്ഷ സംബന്ധിച്ചും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമിക തലത്തിൽ നോക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല. ഇനി ഈ തെരുവുനായ ഇതിനകത്ത് എങ്ങനെ കയറി എന്നുള്ള കാര്യം മാത്രമാണ് കണ്ടെത്താനുള്ളത്. ഈ കൂടുകൾക്ക് ഒരു ചെറിയ ദ്വാരമുണ്ട്. ഒരു പക്ഷേ അതിലൂടെ ഈ തെരുവുനായകൾ വലിഞ്ഞു കയറിയതാകാം എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 2 ആഴ്ചക്കകം അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കാൻ നിലവിൽ വനംവകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. സിജു, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ 3 മാനുകൾ ചത്തത് തെരുവുനായ ആക്രമണത്തെ തുടർന്നാണ്. മറ്റ് 7 മാനുകൾ ചത്തത് ഈ മാനുകൾക്ക് കടിയേൽക്കുന്നതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നുണ്ടാകുന്ന ക്യാപ്ചർ മയോപ്പതി എന്ന രോഗാവസ്ഥയെ തുടർന്നാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സാരംഗ് പങ്കുവച്ചത്.